ടാറ്റ കൺസൾട്ടൻസി സർവീസ് അഥവാ TCSൽ ലവ് ജിഹാദ്, നിർബന്ധിത മതപരിവർത്തനം, ലൈംഗിക പീഡനം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ദേശീയ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണിവ. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ യൂണിറ്റിലാണ് നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന ആരോപണം ഉയരുന്നത്. നിദാ ഖാൻ എന്ന HR ഉദ്യോഗസ്ഥ കമ്പനിയിലെ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും കൂട്ടുനിന്നുവത്രേ. ഇവരുടെ ഫോട്ടോ വെച്ചുള്ള നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെ ചൊല്ലിയുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ വേറെയും. മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അപസർപ്പക കഥകളാണ് പടച്ചുവിടുന്നത്. ഒരു മുൻനിര കമ്പനിയിൽ ലവ് ജിഹാദ്, മതപരിവർത്തനം. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ വാർത്തകളൊക്കെ എത്രമാത്രം വിശ്വസനീയമാണ്? എന്താണ് ശരിക്കും നടന്നത്? എന്തൊക്കെയാണ് സത്യം? വലിയ പുകമറ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് വിശ്വസിക്കാനാവുക? സ്വാഭാവികമായും പോലീസും കോടതിയും എന്ത് പറയുന്നു എന്ന് നോക്കാം. അതാണ് ഞങ്ങൾ ചെയ്തത്. 9 കേസുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഈ 9 FIRകളും റിമാൻഡ് റിപ്പോർട്ടും ഞങ്ങൾ പരിശോധിച്ചു. മാർച്ച് 26-ാം തീയതിയാണ് മഹാരാഷ്ട്രയിലെ നാസിക് നഗരത്തിലുള്ള ദേവ്ലാലി ക്യാമ്പസ് പോലീസ് സ്റ്റേഷനിൽ ആദ്യത്തെ FIR ഇടുന്നത്. TCSന്റെ നാസിക് BPO യൂണിറ്റിലെ ഡാനി ഷെയ്ഖ്, തൗസിഫ് അത്തർ, നിദാ ഖാൻ എന്ന ജീവനക്കാർക്കെതിരെ കമ്പനിയിലെ തന്നെ മറ്റൊരു ജീവനക്കാരി പരാതി നൽകുന്നു. FIRൽ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, 2022 ജനുവരി മുതൽ 2026 ഫെബ്രുവരി വരെ പരാതിക്കാരിയും FIR ചുമത്തപ്പെട്ട ഡാനി ഷെയ്ഖുമായുള്ള ബന്ധം. 2, ഇതേ കാലയളവിൽ പരാതിക്കാരി നേരിട്ട പീഡനം, പരാതിക്കാരിയുടെ വിശ്വാസത്തിനേറ്റ അവഹേളനം. ഇതിനു പിന്നാലെ വേറെയും 8 FIRകൾ രജിസ്റ്റർ ചെയ്തു. നാസിക്കിലെ തന്നെ മുംബൈ നാഗ പോലീസ് സ്റ്റേഷനിൽ. പീഡന ശ്രമങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അതിനിരയായ സ്ത്രീകൾ അവിടെ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും മേലുദ്യോഗസ്ഥർ നടപടികൾ സ്വീകരിക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ചെയ്തിട്ടില്ല എന്നാണ് FIRകളിൽ പറയുന്നത്. കമ്പനിയിൽ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇത് സത്യമാണോ? നിർബന്ധിത മതപരിവർത്തനം എന്നൊരു കേസേ ഇല്ല ഒരൊറ്റ FIRലും. കോടതിയുടെ മുൻപിൽ വന്ന രേഖകളിലും ഇങ്ങനെ ഒരു ആരോപണമില്ല. അതേസമയം മതവികാരം വ്രണപ്പെട്ടു എന്ന പരാതിയുണ്ട്. പക്ഷേ അത് തന്നെയും 4 FIRകളിൽ മാത്രമാണുള്ളത്. സാധാരണയായി ഒരാളുടെ വിശ്വാസത്തെ അധിക്ഷേപിച്ചാൽ BNS 302, BNS 299 വകുപ്പുകളിലാണ് കേസെടുക്കുക. എന്നാൽ ഇവിടെ 4 FIRകളിൽ മാത്രമാണ് ഇതിലേതെങ്കിലും ഒരു വകുപ്പ് ചുമത്തിയിട്ടുള്ളത്. ഒരു FIRൽ മാത്രമാണ് ഇസ്ലാം മതാചാരങ്ങൾ അനുഷ്ഠിക്കാൻ പരാതിക്കാരെ പ്രതികൾ നിർബന്ധിച്ചു എന്ന ആരോപണമുള്ളത്. കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള തൗസീഫ് അത്തർ എന്നയാൾ പരാതിക്കാരനെ തൊപ്പി അണിയാനും നിസ്കാര പ്രാർത്ഥനകൾ ഉരുവിടാനും നിർബന്ധിച്ചു എന്ന് പറയുന്നു. വിശ്വാസത്തെ അവഹേളിച്ചു എന്ന കേസിലുള്ളത് ദുർബലമായ വാദങ്ങളാണെന്നും നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല എന്നും പ്രതിഭാഗം അഭിഭാഷകരും പറയുന്നുണ്ട്. പ്രതിഭാഗം അഭിഭാഷകരിൽ ഒരാളായ അഡ്വക്കേറ്റ് സാഹിൽ സയ്യിദിനോട് ഞങ്ങൾ സംസാരിച്ചു. അടുപ്പത്തിലായിരുന്ന 2 പേർ തമ്മിലുണ്ടായ വഴക്കാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നമായി കാണിക്കുന്നത് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. എന്തായാലും ആ വാദത്തിന്റെ മെറിറ്റിലേക്ക് നമ്മൾക്കിപ്പോൾ പോകാൻ കഴിയില്ല. കോടതിയുടെ മുൻപിലുള്ള രേഖകൾ മാത്രമാണ് ഇപ്പോൾ കണക്കിലെടുക്കാൻ കഴിയുക. നിർബന്ധിത മതപരിവർത്തനം എന്നൊരു ആരോപണം തന്നെ പോലീസിന്റെയോ കോടതിയുടെയോ മുന്നിലില്ല. എന്നാൽ ആദ്യം രജിസ്റ്റർ ചെയ്ത FIRൽ ഇസ്ലാം മതമാണ് കൂടുതൽ മഹത്തരം എന്ന് തന്നെ വിശ്വസിപ്പിക്കാൻ പ്രതികൾ ശ്രമിച്ചു എന്ന് പരാതിക്കാരി ആരോപിക്കുന്നുണ്ട്. മറ്റു 2 FIRകളിൽ ഹിന്ദുമത വിശ്വാസങ്ങളെ ആക്ഷേപിച്ചതായി പരാതി ഉണ്ടെങ്കിലും മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതായി പറയുന്നില്ല. മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറയുന്ന 4 FIRലും തൗസിഫ് എന്ന വ്യക്തിയാണ് ഇതിന് നേതൃത്വം നൽകിയതായി പറയുന്നത്. ആദ്യത്തെ FIRൽ തൗസിഫിനോടൊപ്പം ഡാനിഷും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ നിദാ ഖാൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികൾക്കും മതവിശ്വാസം വ്രണപ്പെടുത്തി എന്ന ആരോപണത്തിൽ പങ്കുണ്ടെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം. തങ്ങളുടെ മതത്തിൽ ചേരാനായി പ്രതികൾ പരാതിക്കാരെ നിർബന്ധിക്കുന്നതായി ഒരു FIRലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നിരിക്കെ നിർബന്ധിത മതപരിവർത്തനം എന്ന പരിവേഷം ഈ വാർത്തയ്ക്ക് നൽകാനാണ് മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാരതീയ ന്യായ സംഹിതയിൽ നിർബന്ധിത മതപരിവർത്തനത്തെ പറ്റി പരാമർശിക്കുന്ന പ്രത്യേകം വകുപ്പുകൾ ഇല്ല. ഒരു കൂട്ടം മുസ്ലിങ്ങളാണ് TCSനെ ലവ് ജിഹാദ് കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്നാണ് വാർത്തകൾ. എന്നാൽ അറസ്റ്റിലായ പ്രതികളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ എല്ലാവരും മുസ്ലിങ്ങളാണോ?
എഫ്ഐആറുകളിൽ അശ്വിനി ചെന്നാനി എന്നൊരു യുവതിയുടെ പേര് കൂടിയുണ്ട്. ഇവർ ഹിന്ദുവാണ്. ഇനി നിദാ ഖാനിലേക്ക് വരാം. നിദാ ഖാന്റെ ചിത്രം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഫേസ്ബുക്കിലും എക്സിലും ഒക്കെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇവരാണ് ഗൂഢാലോചനയുടെ മുഖ്യ കണ്ണി എന്നാണ് പ്രചാരണം. എന്നാൽ എത്ര എഫ്ഐആറിലാണ് നിദാ ഖാന്റെ പേരുള്ളത്? എഫ്ഐആറുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് നിദാ ഖാൻ എന്ന പേരുള്ളത്. അവർ ഹൈന്ദവ ദൈവങ്ങളെ കളിയാക്കിയതായാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നത്. ഈ ഒരൊറ്റ എഫ്ഐആർ ആണ് നിദാ ഖാനെതിരെ ചുമത്തിയിട്ടുള്ളത്. വസ്തുത ഇതാണെങ്കിലും നിദാ ഖാനാണ് ഈ കുറ്റകൃത്യങ്ങളുടെ എല്ലാം മാസ്റ്റർ മൈൻഡ് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം. TCSലെ HR ഉദ്യോഗസ്ഥയായ നിദാ ഖാൻ ഒളിവിലാണെന്ന് മുഖ്യധാരാ മാധ്യമങ്ങളോടൊപ്പം സോഷ്യൽ മീഡിയയിലെ വിദ്വേഷ പ്രചാരകരും ഏറ്റുപിടിച്ചു. നിദാ ഖാന് HR ഡിപ്പാർട്ട്മെന്റുമായി ഒരു ബന്ധവുമില്ലെന്നും അവർ പ്രോജക്ട് അസോസിയേറ്റ് തസ്തികയിലാണ് ജോലി ചെയ്തിരുന്നത് എന്നും അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് മഹാരാഷ്ട്ര എന്ന സംഘടന OBCയോട് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ ആരോപണങ്ങൾക്ക് ശേഷം അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. TCS പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. HR ഹെഡ് എന്ന തലക്കെട്ടോടെ നിദാ ഖാന്റേത് എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്നും അവരുടെ സഹോദരൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വേഷം മാറി വന്ന്, അതായത് കമ്പനിയിലെ ശുചീകരണ തൊഴിലാളികളാണ് എന്ന വ്യാജേന വന്ന് കേസ് അന്വേഷിച്ചു എന്നാണ് പ്രചരിക്കുന്ന മറ്റൊരു കഥ. മാധ്യമ വാർത്തകൾക്കപ്പുറം ഈ കഥയ്ക്ക് തെളിവിന്റെ പിൻബലമൊന്നും ഇതുവരെ ഇല്ല. പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഒന്നും തന്നെ ഇങ്ങനെയൊരു അണ്ടർ കവർ ഓപ്പറേഷനെ കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല. നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് നാസിക് സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ്. ഇനി കേസിൽ പ്രതിഭാഗം എന്താണ് പറയുന്നതെന്ന് നോക്കാം. കമ്പനിയിലെ ജീവനക്കാർ തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണ് കേസിലേക്ക് നയിച്ചതെന്നും മതപരിവർത്തനം പോലുള്ള ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ RK അസോസിയേറ്റ്സിലെ അഭിഭാഷകർ പറയുന്നുണ്ട്. വെറും 1-2 ദിവസങ്ങൾ കൊണ്ടാണ് ഒരു പരാതി 8 എഫ്ഐആറുകളുള്ള കേസായി മാറിയത് എന്നത് ദുരൂഹമാണെന്ന് അവർ വാദിക്കുന്നു. 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പരാജയമാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകാൻ കാരണമെന്നാണ് പ്രതികളിൽ ഒരാളുടെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞത്. പരാതിക്കാരിയും ഡാനിഷുമായുള്ള ബന്ധം ഓഫീസിലെ മറ്റ് ജീവനക്കാർക്ക് അറിയാമായിരുന്നുവെന്നും ആ ബന്ധം തകർന്നപ്പോൾ മറ്റുള്ളവരെ കൂടി ഇതിലേക്ക് വലിച്ചിടുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞതായി മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേസിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും നിരപരാധികളാണെന്ന് ഈ സ്ത്രീ പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. വിവാദമായതോടെ TCS കമ്പനി പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. കുറ്റാരോപിതരായ ജീവനക്കാരെ കമ്പനി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഓഫീസിനുള്ളിലെ പീഡനങ്ങൾക്കോ ബലപ്രയോഗങ്ങൾക്കോ തങ്ങളുടെ സ്ഥാപനത്തിൽ സ്ഥാനമില്ലെന്നും സീറോ ടോളറൻസ് നയമാണ് കമ്പനിയുടേത് എന്നുമാണ് പ്രതികരണം. എന്നാൽ ഈ വാദങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ടോ എന്ന് മഹാരാഷ്ട്രയിലെ മനുഷ്യാവകാശ പ്രവർത്തകർ സംശയിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര നിയമസഭ മാർച്ചിൽ പാസാക്കിയ മതപരിവർത്തനം തടയാനുള്ള നിയമം നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. ഈ നിയമം നടപ്പിലാക്കാൻ പൊതുജന പിന്തുണ ഉറപ്പാക്കാനും കോടതിയിൽ ഈ നിയമത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അതിനെ പ്രതിരോധിക്കാനും വേണ്ടിയുള്ള ഭരണകൂട ഗൂഢാലോചനയാണോ TCSന്റെ കേസിന്റെ പിറകിൽ എന്ന സംശയവും ഇതോടൊപ്പമുണ്ട്. ചുരുക്കത്തിൽ TCS നാസിക് യൂണിറ്റിനുണ്ടായ ചില വ്യക്തിപരമായ തർക്കങ്ങളെ ആസൂത്രിതമായി വർഗീയവൽക്കരിക്കുകയായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ. എഫ്ഐആറുകളിലോ അനുബന്ധ രേഖകളിലോ ഇല്ലാത്ത നിർബന്ധിത മതപരിവർത്തനം എന്ന ലേബൽ മാധ്യമങ്ങൾ സ്വയം നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നതാണ്. നോക്കൂ, നിദാ ഖാൻ എന്ന പ്രോജക്ട് അസോസിയേറ്റിനെ HR ഹെഡാക്കി അവതരിപ്പിക്കുന്നു. ഒരൊറ്റ എഫ്ഐആറിൽ മാത്രമേ അവരുടെ പേരുള്ളൂ എങ്കിലും അവരാണ് മാസ്റ്റർ ബ്രെയിൻ എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു. പ്രതിപട്ടികയിലെ അശ്വിനി ചെന്നാനി എന്ന ഹിന്ദു യുവതിയുടെ പേര് എവിടെയും കേൾക്കുന്നില്ല. അത് മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? എന്താണ് ഈ പ്രചാരണങ്ങൾക്ക് പിന്നിലെ അജണ്ട? മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ചില നിർമ്മിത സത്യങ്ങൾ അതേപടി വിശ്വസിക്കുന്നതിന് മുൻപ് വസ്തുതകൾ പരിശോധിക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? താഴെ കമന്റ് ചെയ്യൂ. TCS വിവാദത്തെക്കുറിച്ചുള്ള OBCയുടെ പൂർണ്ണമായ റിപ്പോർട്ടിനായി ഡിസ്ക്രിപ്ഷനിലുള്ള വെബ്സൈറ്റ് സന്ദർശിക്കൂ.